സാറിന് വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുന്നത് ഈ ആപ്പിനെ കുറിച്ചാണ്. സാറിന്റെ ആപ്പിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് എങ്ങനെ വിദ്യാർത്ഥികളിലോട്ട് എത്തുന്നു, അല്ലെ എങ്ങനെ വിമനിലോട്ട് എത്തുന്നു, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? ഓക്കെ. അപ്പൊ നമ്മുടെ മൊബൈൽ ഇപ്പം തുറന്നു നോക്കിയാൽ ആപ്പുകളുടെ കൂമ്പാരമാണ്, അല്ലേ? ഉപയോഗിക്കാത്ത ആപ്പുകളാണ് കൂടുതലും. അപ്പൊ ഈ ആപ്പുകളിൽ വരുമാനം തരുന്ന ആപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും കാണില്ല. ഉദാഹരണത്തിന് ഗൂഗിൾ പേ, അത് തുടക്കത്തില് പിന്നെ റെഫർ ചെയ്താൽ ചെറിയൊരു വരുമാനം, അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തൊരു ചെറിയൊരു വരുമാനം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏത് ആപ്പ് നോക്കിയാലും വരുമാനം സ്ഥിരമായി കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ഇല്ല. എന്നാൽ നമ്മൾ ആണ് ഈ ആപ്പുകളെല്ലാം പ്രചരിപ്പിച്ചവർ. നമ്മൾ മുഖേനയാണ് ഫേസ്ബുക്ക് വളർന്നത്, വാട്സാപ്പ് വളർന്നത്, ഊബർ വളർന്നത്, ആമസോൺ വളർന്നത്, എല്ലാം നമ്മളാകുന്ന വ്യക്തികൾ മുഖേനയാണ് വന്നത്. അപ്പൊ ഈ ആപ്പുകളൊക്കെ നമ്മൾ കാരണം അവർ കോടീശ്വരന്മാരായി മാറി, അതിന്റെ ഓണേഴ്സ്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി കൊണ്ടുവന്നിരിക്കുന്ന ഈ ആപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരു ആപ്ലിക്കേഷൻ അല്ല, പ്രധാനമായിട്ടും 3 ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കസ്റ്റമറിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ്. ഓരോ കസ്റ്റമറിനെയും അവരുടെ വീട്ടു ചെലവുകൾ, അതായത് നിത്യ ചെലവുകൾ നിത്യ വരുമാനമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ്. അപ്പൊ നമ്മളൊരു ആവറേജ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന് ശരാശരി ഒരു 10,000 രൂപയുടെ നിത്യ ചെലവുണ്ടാവും, മാസ ചെലവുണ്ടാവും. അപ്പം പലരോട് ഞാൻ സർവേ പ്രകാരം നമ്മൾ എടുത്തപ്പോഴത്തേക്കും മിനിമം 10,000 രൂപ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ 20,000, 30,000, 50,000, 1 ലക്ഷമൊക്കെ ചെലവുകളുള്ളവരുണ്ട്. അത് വെറും വീട്ടു സാധനങ്ങൾ മേടിക്കുന്നത് മാത്രമല്ല, ലോൺ അടയ്ക്കുന്നത്, പെട്രോൾ അടിക്കുന്നത്, മെഡിസിൻ മേടിക്കുന്നത്, പിന്നെ തുണിത്തരങ്ങൾ മേടിക്കുന്നത്, ഇലക്ട്രിസിറ്റി ബില്ല്, റീചാർജ്, വാട്ടർ ബില്ല്, ലോൺ അടയ്ക്കുന്നത്, ഇൻഷുറൻസ് അടയ്ക്കുന്നത്, ഇതെല്ലാം എക്സ്പെൻസുകളാണ്. ഈ എല്ലാ എക്സ്പെൻസുകളും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ. വെറും പർച്ചേസുകൾ മാത്രമല്ല. അപ്പം ഇത് ഒരു ഫാമിലിയിലുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റും. അപ്പൊ ഗ്യാസ് പോലും ഇതുവഴി ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ചെലവുകൾ പോലും നിത്യ വരുമാനമാക്കി മാറ്റാൻ കഴിയും. അപ്പൊ ഇതൊരു കസ്റ്റമർ ആപ്ലിക്കേഷനാണ്. ഒരു കസ്റ്റമറിന് എന്തൊക്കെ എക്സ്പെൻസുകൾ ഉണ്ടോ അതെല്ലാം ഇൻകം ആക്കാൻ പറ്റും. അപ്പൊ എക്സ്പെൻസ് ടു ഇൻകം എന്നുള്ളതാണ് നമ്മുടെ പ്രോജക്റ്റ്. ഇതൊരു യൂണിവേഴ്സൽ ആപ്പാണ്. ഇങ്ങനെ ഒരു ആപ്പ് ഇല്ല. എല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ള ഒരു ആശയമാണ് ഈ ആപ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. ടൈംസ് ഓഫ് ഇന്ത്യ മാധ്യമ ഗ്രൂപ്പ് അറിയാലോ. 150 വർഷത്തിലധികം പാരമ്പര്യമുള്ള മുത്തശ്ശിപത്രം എന്നറിയപ്പെടുന്ന ടൈംസ് ഗ്രൂപ്പാണ് ഇതിന്റെ ഇൻവെസ്റ്റിംഗ് പാർട്ട്. അത് തന്നെ ഇതിന്റെ ഇൻവെസ്റ്റർ ആയിരിക്കുന്നത്. അപ്പൊ ആ ഒരു വലിയൊരു പത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു നിസ്സാരമായ പ്രോജക്റ്റിൽ അവരൊരിക്കലും ഇൻവെസ്റ്റ് ചെയ്യില്ല. ഒരു പറ്റുക പ്രസ്ഥാനമോ ഒരു മണി ചെയിൻ പരിപാടിയോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെങ്കിൽ അവർ ഇതിലൊന്നും കൈ കൊടുക്കില്ല. അപ്പം അത് തന്നെ ഈ ആപ്പിന്റെ ക്രെഡിബിലിറ്റി കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സംവിധാനം വഴി ഗവൺമെന്റിന് കൃത്യമായി ടാക്സ് കിട്ടുന്നുണ്ട്. അപ്പൊ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നതെല്ലാം ഈ ആപ്പ് വഴി ആയതുകൊണ്ട് ജെന്യുവൻ ആയിട്ടുള്ള കണക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് കിട്ടാനുള്ള ടാക്സ് കൃത്യമായിട്ടും കിട്ടിയിരിക്കും. അപ്പൊ ഗവൺമെന്റ് തലത്തിൽ തന്നെ വളരെ വലിയൊരു എംപവർമെന്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതകളിലാണ് നമ്മുടെ സംസ്ഥാനം എന്ന് കേൾക്കാറുണ്ട്. അതൊക്കെ ഈ ഒരു എംപവർമെന്റ് വഴി മാറ്റാൻ കഴിയും. ഇപ്പൊ വനിതകളുടെ ടിക്കറ്റ്, അല്ലെ, ബസ്സിലെ KSRTCയിലെ ടിക്കറ്റ് ഫ്രീ ആക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ ആപ്പ് അവരൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനും വലിയൊരു നേട്ടമായി മാറും. സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ ബസ് ടിക്കറ്റിന്റെ പൈസ തിരിച്ചു കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ കസ്റ്റമറിന് വേണ്ടി, കസ്റ്റമറിന്റെ A to Z കാര്യങ്ങൾ, ഇപ്പം കുട്ടികളുടെ ഫീസ് വഴി അടയ്ക്കാൻ പറ്റും. ഒരുപാട് കോളേജുകൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസിന്റെ എല്ലാം നമ്മുടെ എല്ലാ A to Z ഇൻഷുറൻസ് കമ്പനികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. പിന്നെ ലോണുകൾ, കുടുംബശ്രീ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് ലോണുകൾ എടുക്കാറുണ്ട്. സാധാരണ അവർ ലോൺ അടച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവർക്ക് തിരിച്ച് വേറെ ഒരു നേട്ടമില്ല. പക്ഷെ ഈ ലോൺ അടയ്ക്കുന്ന എമൗണ്ടും ഇവിടെ തിരികെ നേടാൻ വേണ്ടിയുള്ള സംവിധാനം അതിനകത്തുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ. ഇതാണ് കസ്റ്റമറിനുള്ള ആപ്ലിക്കേഷൻ. ലോങ് ക്യൂവോ ലോങ് പേപ്പർ വർക്കോ ഒന്നും ഇല്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ബില്ല് അടയ്ക്കാം, ലോൺ കാര്യങ്ങൾ ഇതെല്ലാം. അപ്പൊ എങ്ങനെയാ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്? അപ്പൊ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ നമ്മളൊരു റെഫറൽ സിസ്റ്റം അതിന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വ്യക്തമായി ട്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായ ഒരു സീനിയോറിറ്റി അറിയാൻ പറ്റുള്ളൂ. സീനിയോറിറ്റി പ്രകാരമാണ് വരുമാനം കൊടുക്കുന്നത്. ഒരു കസ്റ്റമറിന് 100% തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അത് പോസിബിൾ അല്ലെന്നേ പറയുള്ളൂ. കാരണം ഒരു 10,000 രൂപയുടെ സാധനം ആമസോണിൽ നിന്ന് മേടിച്ച ഒരാളിന് ഈ 10,000 തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. അപ്പൊ അതൊരു സീനിയോറിറ്റി പ്രകാരമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. കാരണം ആമസോൺ അതിന്റെ ഒരു വിഹിതം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ തരുന്ന ഒരു 10% ആണെങ്കിൽ ഒരു 1,000 രൂപയാവും.
അപ്പൊ 1000 രൂപ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 90,000 രൂപ അല്ല 9,000 രൂപ വീണ്ടും കൊടുക്കാനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു സീനിയോറിറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് ആദ്യം എന്നുള്ളൊരു സീനിയോറിറ്റി പ്രകാരമാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്. അത് ഇതിനകത്തേക്ക് വരുമ്പോൾ ട്രെയിനിങ് കിട്ടുമ്പോൾ എല്ലാവർക്കും അത് ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഇത് കച്ചവടക്കാർ തരുന്ന ലാഭത്തിന്റെ വിഹിതമാണ് കസ്റ്റമറിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വേറെ ചീറ്റിങ്ങോ പരിപാടികളോ ഒന്നുമില്ല. മാത്രമല്ല കസ്റ്റമറിന് അഡീഷണൽ ചാർജുകളൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ ആമസോണിൽ നിന്ന് ഈ ആപ്പ് ഉപയോഗിക്കാതെ മേടിച്ചാൽ എത്ര രൂപയാണോ അതേ എമൗണ്ട് ആയിരിക്കും ഈ ആപ്പ് ഉപയോഗിച്ച് മേടിച്ചാലും കസ്റ്റമറിനാവുന്നത്, നമ്മുടെ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ആളിനാവുന്നത്. അപ്പൊ കസ്റ്റമറിനെ സംബന്ധിച്ച് വേറൊന്നും നഷ്ടപ്പെടുന്നില്ല. ആമസോണുകാർ തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത്. ഇനി ലോക്കൽ ഷോപ്പ് ആണെങ്കിൽ അവിടെ നമ്മുടെ ഗൂഗിൾ പേ പോലെ ഒരു QR കോഡ് അവിടെ ഉണ്ടാവും. നമ്മുടെ ആപ്പിന്റെ ഒരു QR കോഡ് ഉണ്ട്. അതുവഴി സ്കാൻ ചെയ്തും അവർക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ബില്ല് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ബില്ലുകളൊക്കെ ചവറ്റുകൂട്ടലിടും, അല്ലെങ്കിൽ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. പക്ഷെ ഈ ബില്ലുകളാണ് ഇവിടെ വരുമാനമായി മാറുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പാഴാക്കി കളഞ്ഞുകൊണ്ടിരുന്ന വരുമാനം, ചിലവാക്കുന്ന പൈസ എല്ലാം ഇനി വരുമാനമായി മാറുകയാണ്. അപ്പൊ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ അക്കൗണ്ടും ഓരോ സീനിയോറിറ്റി നമ്പറും അങ്ങനെയാണോ? അതെ, അവർക്കൊരു യൂസർ ID കൊടുക്കുന്നുണ്ട്. അവർക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ആദ്യം ആപ്പിന്റെ രജിസ്ട്രേഷൻ ആണ്. അത് നമ്മൾ തന്നെ സഹായിച്ചു കൊടുക്കും. എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്? പെയ്ഡ് ആണോ ഫ്രീ ആണോ? അത് ഫ്രീ ആണ്. കസ്റ്റമറിന് എല്ലാം ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. അവരുടെ ഫോൺ നമ്പർ മാത്രം ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഗിൻ ചെയ്യുക. അപ്പൊ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തു, ആദ്യം രജിസ്റ്റർ ചെയ്തു, രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തു, മൂന്നാമത് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവർക്ക് കാണാൻ പറ്റും. അപ്പൊ അത് 3 കാറ്റഗറികളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിനകത്താണ് ആമസോൺ പോലുള്ള എല്ലാ വലിയ ഷോപ്പിംഗ് സൈറ്റുകളൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആമസോണിന്റെ വൗച്ചർ നമുക്ക് ഈ പ്ലാറ്റ്ഫോം വഴി എടുക്കാൻ പറ്റും. ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള 36,000 ബ്രാൻഡുകളുടെ വൗച്ചർ ഇവിടെ നിന്ന് എടുക്കാം. എടുത്തിട്ട് അവരുടെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ക്യാഷ് പേയ്മെന്റ് ഓപ്ഷൻ വരുമല്ലോ, അവിടെ ഗൂഗിൾ പേ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അവസാനം ഒരു ഗിഫ്റ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കാത്തതുണ്ട്. അത് ഇതാണ്. ഈ കാർഡ് എടുത്ത് അവിടെ ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ആയി. വേറെ ഒരു അഡീഷണൽ പണിയില്ല. ഈ ഒരു കാര്യം പഠിച്ചാൽ മാത്രം മതി. ഗിഫ്റ്റ് കാർഡ് പലരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അത് ഒന്ന് പഠിച്ചാൽ മാത്രം മതി, അവർക്കത് ചെയ്യാൻ പറ്റും. ജ്വല്ലറികൾ, കല്യാൺ ജ്വല്ലറി, മലബാർ ഗോൾഡ്, ജോയി ആലുക്കാസ് അങ്ങനെയുള്ള എല്ലാ ജ്വല്ലറികളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ജ്വല്ലറികളിൽ പോയി നമ്മളെല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം അവിടെ എത്രയാണോ ബിൽ എമൗണ്ട് പറയുന്നത് ആ എമൗണ്ടിന്റെ വൗച്ചർ നമ്മുടെ ആപ്പ് വഴി എടുക്കുക. ആ വൗച്ചറോടെ കാണിച്ചാൽ അതാണ് അവിടുത്തെ സിസ്റ്റം. അപ്പം ക്യാഷോ കാർഡോ കൊടുത്താണ് നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ആയിരിക്കും. അത് മാറ്റിയിട്ട് കല്യാണിന്റെ തന്നെ വൗച്ചർ നമ്മുടെ ആപ്പിലുണ്ട്, അല്ലെങ്കിൽ മലബാറിന്റെ തന്നെ ആപ്പിനകത്ത് വൗച്ചർ ഇതിനകത്തുണ്ട്. അത് നമ്മൾ ആ എമൗണ്ട് അടച്ച് എടുക്കുക. എന്നിട്ട് ആ വൗച്ചറോടെ കാണിച്ചു കൊടുത്താൽ മതി, പേയ്മെന്റ് ആവും. അത് പിന്നീട് നമുക്ക് അത്രയും രൂപ അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് പോയിന്റ് ആയിട്ട് മാറും. രാത്രി 12 മണിയോടുകൂടി അത് പോയിന്റ് ആയിട്ട് നമ്മുടെ ആപ്പിനകത്ത് കാണിക്കും. പിന്നീട് അത് സീനിയോറിറ്റി പ്രകാരം ക്യാഷ് ആയിട്ട് മാറും. അതായത് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ വരികയാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി വാലറ്റിൽ വരുന്നു. അത് പിന്നീട് ക്യാഷ് ആയി മാറും. അത് അന്ന് തന്നെ എടുത്താൽ അത്ര എമൗണ്ട് കിട്ടുമോ? എങ്ങനെയാണ് സാർ? നമുക്ക് അന്ന് എടുക്കാൻ പറ്റില്ല. ആ വ്യക്തിയുടെ സീനിയോറിറ്റി നമ്പർ, ആ വ്യക്തിയുടെ പർച്ചേസിന്റെ സീനിയോറിറ്റി നമ്പർ എത്രയാണാവുന്നത് അപ്പോഴത് ക്യാഷ് മുഴുവനായിട്ട് എടുക്കാൻ പറ്റും. എന്നാൽ അതിന് മുന്നേ തന്നെ നമ്മളൊരു 5%, 10% അങ്ങനെ കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. 2 ഓപ്ഷനും ഉണ്ട്. ഇനി മാത്രമല്ല, ഈ വന്നിരിക്കുന്ന പോയിന്റ് ഉപയോഗിച്ച് അവർക്ക് വേണമെങ്കിൽ അടുത്ത പർച്ചേസിന് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ഇത് ക്യാഷ് ആക്കാതെ തന്നെ വേണമെങ്കിൽ അവർക്ക് നേരത്തെ ആമസോണൊക്കെ ചെയ്യുന്നത് പോലെ ആ പോയിന്റിനെ വേണമെങ്കിൽ മറ്റുള്ള പർച്ചേസിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിനും പെർസെന്റേജ് അടിസ്ഥാനത്തിലാണ്, മുഴുവൻ ഒരുമിച്ച് പറ്റില്ല. ഓരോ ബില്ലിന് ഇത്ര പെർസെന്റേജ് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്പിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ സാർ? GG Perks എന്നാണ് ആപ്പിന്റെ പേര്. GG Perks. പക്ഷെ അത് ഡയറക്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒരു റെഫറൽ ID ഉപയോഗിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നാലേ ഒരു ലിങ്ക് സീനിയോറിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റെഫറൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നേരിട്ട് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ വരാതെ വരും. അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത് പോലെ നേരത്തെ രജിസ്റ്റർ ചെയ്ത ഒരാളിന്റെ ഇത് വേണമല്ലോ, അതേപോലെ ഇവിടെ ഒരു റെഫറൽ ഉണ്ടായിരിക്കും. ഒരു വ്യക്തി ശാക്തീകരണത്തിലൂടെ ഒരു കുടുംബ ശാക്തീകരണം, കുടുംബ ശാക്തീകരണത്തിലൂടെ ഒരു സമൂഹ ശാക്തീകരണം, സമൂഹ ശാക്തീകരണത്തിലൂടെ ഒരു സംസ്ഥാന ശാക്തീകരണം, ഒരു സംസ്ഥാന ശാക്തീകരണത്തിലൂടെ രാജ്യത്തിന്റെ ശാക്തീകരണം. ഇത്രയും വിഷനോടുകൂടി വർക്ക് ചെയ്യുന്ന നമ്മുടെ സജു സക്സസ് സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, നിർത്തുന്നു.